ഹലോ എവ്രി വൺ, വെൽക്കം ടു കാറെക്സ്. ഇന്നിപ്പോൾ നമ്മളുള്ളത് കൈരളി ടൊയോട്ടയുടെ വൈറ്റ്ലയിലുള്ള ഷോറൂമിലാണ്. ഇവർക്ക് തന്നെ നമുക്ക് ചേരാനല്ലൂരും ഷോറൂം ഉണ്ട്. വൈറ്റ്ലയിൽ ഇപ്പോൾ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ടൈസർ ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു വാക്ക് റൗണ്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡ്രൈവ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം നമുക്കിപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. യെസ്, അപ്പൊ നമ്മുടെ ടൈസറിന്റെ ഡിസൈനിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാരുതി ടൊയോറ്റ ആ ഒരു പാർട്ണർഷിപ്പിൽ വരുന്ന ഒരു വെഹിക്കിൾ ആണിത്. അപ്പൊ ആദ്യം തന്നെ ഡിസൈൻ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഗ്രില്ലാണ്, ട്രെപ്പിസോഡൽ ഗ്രില്ലാണ് വെഹിക്കിളിന് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ മുകളിൽ നമുക്ക് ടൊയോറ്റയുടെ ആ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും. അത് എൻഡ് ചെയ്ത് വന്ന് നിൽക്കുന്നത് നമുക്ക് ഈ ഒരു DRLസിലേക്കാണ്. ഇതിൽ നമുക്ക് ഇൻഡിക്കേറ്ററും ആ രീതിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേന് ഹെഡ് ലാംപ്സ് കാണാം. നമുക്ക് LED ഹെഡ് ലാംപ്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ എയർ ഡാം കാണാം. നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് എയർ ഡാം കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഫ്രണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു എലഗൻസ് ഒക്കെ കീപ്പ് ചെയ്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഓവറോൾ ആ ഒരു ഡിസൈനും കാര്യങ്ങളും. ഇപ്പം നമ്മൾ ഈ കാണുന്ന വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് മോഡലാണ്. 1 ലിറ്റർ ആണ് വെഹിക്കിൾ. 1 ലിറ്റർ ടോപ്പ് എൻഡ് മോഡൽ വെഹിക്കിൾ ആണ് ഈ കിടക്കുന്നത്. അതിൽ ഡ്യുവൽ ടോൺ ആണ് കളർ വേരിയേഷൻ വന്നേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് പോകാം. യെസ്, അപ്പൊ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വരാം. സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേനും മെയിൻ ആയിട്ട് നമ്മൾ ആ ഡ്യുവൽ ടോൺ ആയതുകൊണ്ടും ടോപ്പ് ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് പിന്നെ അതിന്റെ സൈഡിൽ നമുക്ക് ആ ഒരു റൂഫ് റെയിൽസ് ഒക്കെ കാണാം. ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പ് അതിന്റെ. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് മെയിൻ ആയിട്ടും വെഹിക്കിളിന്റെ ഒരു ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 3990 mm ആണ് വെഹിക്കിളിന്റെ ലെങ്ത് വരുന്നത്. പിന്നെ വീൽ ബേസ് വരുമ്പോഴത്തേക്കും 2520 mm ആണ് വീൽ ബേസ് വരുന്നത്. പിന്നെ അതിന്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു ഫെൻഡർ ആ ഒരു ക്ലാഡിങ് എല്ലാം നമുക്ക് ആ ഒരു റണ്ണിങ് ബോർഡ് കണ്ടിന്യൂ ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ വീൽ സൈസ് വരുന്നത് നമുക്ക് 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് വെഹിക്കിളിന് വരുന്നത്. ആ ഒരു പ്രിസിഷൻ കട്ട് അലോയ്സ് ആണ് കൊടുത്തേക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്, നല്ല സ്പോർട്ടിയാണ്. ആ ഒരു ബ്ലാക്കും സിൽവർ ഫിനിഷും ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ടയർ സൈസ് വരുന്നത് 195/16 R16 ആണ് ടയർ സൈസ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റിയർ ഡിസൈൻ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, റിയർ ഡിസൈനും പക്ക ആ ഒരു സ്പോർട്ടി രീതിയിൽ തന്നെയാണ് റിയർ ഡിസൈനും കൊടുത്തേക്കുന്നത്. നമുക്ക് ആ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. വളരെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെ ഉണ്ട്. ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്താണ് ആ ടെയിൽ ലാമ്പ് ഫുള്ള് പോയേക്കുന്നത്, ആ യൂണിറ്റ് ഫുള്ള് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ റിഫ്ലക്ടർ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് വന്നിട്ട് നമുക്കൊരു സിൽവർ ഫിനിഷിലാണ് സ്കിഡ് പ്ലേറ്റ് കൊടുത്തേക്കുന്നത്. റിയർ വൈപ്പർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ടൊയോട്ടയുടെ ബാഡ്ജിങ് കാണാം. ഡിഫോർഗർ, പിന്നെ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഷാർഫിൻ ആൻറ്റിന ഓൾറെഡി വരുന്നുണ്ട് വെഹിക്കിളിന്. ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, 308 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് വെഹിക്കിളിന് വരുന്നുണ്ട്. അപ്പൊ എത്രയാണ്. ഇനിയിപ്പോ നമുക്ക് നേരെ ഇന്റീരിയർ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പൊ നമ്മുടെ ടൈസറിന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത്. ഒരു മൾട്ടി കളർ രീതിയിലാണ് ഡാഷ്ബോർഡ് കൊടുത്തേക്കുന്നത്. ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു ഡാർക്ക് ഒരു വയലറ്റ് കളർ അല്ലെങ്കിൽ ആ ഒരു പർപ്പിൾ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു ടൊയോട്ടയുടെ വെഹിക്കിൾസിലൊക്കെ കാണുന്ന ഒരു ക്ലാസ് ആൻഡ് ഒരു എലഗൻ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ടൊയോട്ടയുടേതായ രീതിയിൽ അതിനെ ഇന്റീരിയറിൽ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുമുണ്ട്. ഒരു അത്യാവശ്യം നമ്മൾ ടൊയോട്ടയുടെ വെഹിക്കിൾസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ചെറിയ ആ ഒരു എലഗൻസ് കീപ്പ് ചെയ്യുന്ന രീതിയിൽ, അല്ലെ നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു രീതിയിലേക്ക് ഡിസൈനിൽ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ കളർ കോമ്പിനേഷനിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം ഒരു കോപ്പർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആ ഒരു കളറാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് AC വെന്റ്സിന് ചുറ്റിനാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു സെൻട്രൽ കൺസോളിന് നമുക്ക് ഭാഗമായിട്ട് വരുന്ന ഈ ഒരു ഇൻഫർടൈൻമെന്റ് ആണ്. ഈ ഇൻഫർടൈൻമെന്റ് വന്നിട്ട് ആർക്കമീസ് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് 6 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ആർക്കമീസിന്റെ സൗണ്ട് സിസ്റ്റം അത്യാവശ്യം നല്ല ഒരു ഗുഡ് ക്വാളിറ്റി തന്നെ തരുന്ന ഒരു സ്പീക്കർ സിസ്റ്റം ആണ് വെഹിക്കിളിന്. പിന്നെ ഇതൊരു 9 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് ആണ്. ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നാവിഗേഷൻ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ AC വെന്റ്സ് ഒക്കെ നല്ല ആ ഒരു സിൽവർ ഫിനിഷിലൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. സെന്ററിൽ നമുക്ക് ആ ഒരു ഗ്ലോസി
ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇവിടെ നമുക്ക് ക്ലൈമട്രോണിക് AC കൊടുത്തിട്ടുണ്ട്. അതിന് ടോഗിൾ സ്വിച്ചസും ഫിസിക്കൽ സ്വിച്ചസും ആയിട്ടും കൂടെ ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ USB പോർട്ട് കാണാം നമുക്കിവിടെ. പിന്നെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട് മൊബൈലിനൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ് ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഗിയർ നോബാണ് ഈ കാണുന്നത്, ഗിയർ ലിവർ ആണ് ഈ കാണുന്നത്. ഒരു സിൽവർ ഫിനിഷിലൊക്കെ അത്യാവശ്യം നല്ല ക്ലാസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡൊക്കെ ആണെങ്കിലും ഫുൾ സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ഒരു നോർമൽ ഹാൻഡ് ബ്രേക്ക് കാണാം. പിന്നെ ഇതൊരു അഡ്ജസ്റ്റബിൾ ആംറസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. അതിനകത്തൊരു ചെറിയ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടൊയോട്ടയുടെ ലോഗോ കൊടുത്ത് അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ്, നല്ല ഹാൻഡി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സ്റ്റിയറിംഗിന്റെ ആ ഒരു റാപ്പ് ചെയ്തൊക്കെ കൊടുത്തേക്കുന്നത്. സ്റ്റിച്ചസ് ഒക്കെ ആണെങ്കിലും നല്ല നീറ്റ്ലി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസിന്റെ സ്വിച്ചസ് ആണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നത് നമുക്ക് ടെലിഫോണിക് സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗം വരുന്നത് ഒരു ഫ്ലാറ്റ് ബോട്ടം രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കാണാം. പിന്നെ ഇനി ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അനലോഗും രീതിയിലാണ് കൊടുത്തേക്കുന്നത്. സ്പീഡോമീറ്റർ വന്നിട്ടും RPM മീറ്റർ ആണെങ്കിലും രണ്ടും ഒരു അനലോഗ് രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സെന്ററിൽ നമുക്കൊരു TFT സ്ക്രീൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഡിസ്റ്റൻസ് TFT, ആവറേജ്, മൈലേജ്, നമ്മുടെ ആസ് യൂഷ്വൽ എല്ലാ വെഹിക്കിളിലും വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരു ക്ലോക്ക് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ടോർക്കും പവറിന്റെ അതിന്റെ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിൾ നമുക്ക് ഹൈബ്രിഡ് ആണ്. അപ്പൊ അതിന്റെ ആണ് ഈ ഒരു ഇതിലിപ്പോ നമ്മൾ ക്ലസ്റ്ററിൽ കണ്ടേക്കുന്ന ആ ഒരു ബാറ്ററിയുടെ ഒരു ഇതും കാണിച്ചേക്കുന്നത്. ഇത് ടോപ്പ് എൻഡ് മോഡലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പൊ അതിന്റെയാണ് അതിന്റെ ഒരു ഗ്രാഫ് കൊണ്ട് ഇതിനകത്ത് കാണിക്കുന്നത്. അത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. പിന്നെ മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓട്ടോ IRV മിറേഴ്സ് വരുന്നുണ്ട്. റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. വിത്ത് ലൈറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഈ സൈഡിലുണ്ടോ? ഈ സൈഡിലും ഉണ്ട്, വിത്ത് ലൈറ്റ്സ് വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഒരു ബ്ലാക്കും ഞാൻ പറഞ്ഞ ഒരു പർപ്പിൾ ഫിനിഷ് തന്നെയാണ്. ഇച്ചിരി ഒരു ഡാർക്ക് ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. പർപ്പിൾ എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചുകൂടി ഡാർക്ക് ഫിനിഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ബാക്കിയുള്ള എല്ലാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന നമുക്ക് മിറേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിലാണ് പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ 360 ക്യാമറ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അതിന്റെ എല്ലാം നമുക്ക് വിഷ്വലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാം. പിന്നെ ഒരു ഫയൽ പോക്കറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഹാൻഡ് റെസ്റ്റിന്റെ ഭാഗത്ത് നമുക്കൊരു സോഫ്റ്റ് ടച്ച് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റ്ലി ആണ് ആ ഒരു കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്. പിന്നെ സ്റ്റോറേജ് ഏരിയ നോക്കി കഴിഞ്ഞാലും നല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. യെസ്, അപ്പൊ ഇത്രയാണ് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോ നമുക്ക് റിയർ സീറ്റിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്, ബാക്ക് സീറ്റിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വെഹിക്കിൾ വന്നേക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു പൊസിഷനേക്കാളും ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ബാക്കിലോട്ട് ഇറക്കിയിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ പോലും നല്ല ഒരു നീ റൂമും ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഒരു 5 ഫിംഗർ ഗ്യാപ്പ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഹെഡ് റൂം ആണെങ്കിലും. പിന്നെ 3 പേർക്കും ഹെഡ് റെസ്റ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വെഹിക്കിളിന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ AC വെന്റ്സ് വരുന്നുണ്ട് ബാക്കിലും. പിന്നെ ഇവിടെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് പോർട്ട് ടൈപ്പ് സിയും വരുന്നുണ്ട്, ടൈപ്പ് എയും വരുന്നുണ്ട്. പിന്നെ താഴെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് മൊബൈലൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ സെൻട്രൽ ടണൽ വരുന്നുണ്ട്. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്ക് ഇരിക്കാൻ പറ്റും, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. പിന്നെ ബാക്കിൽ ഡോർ പോക്കറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 1 ലിറ്റർ ബോട്ടിലേക്ക് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അവിടെ ഒരു സോഫ്റ്റ് ടച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റിന്റെ ഭാഗത്തും കാര്യങ്ങളിലും ഒക്കെ. ഇത്രയാണ് നമ്മുടെ ടൈസറിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ നമ്മുടെ ടൈസറിന്റെ ഒരു വോക്ക് അറൗണ്ട് വീഡിയോ അത്രയാണ്. ഇപ്പൊ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഇതിന്റെ ഒരു ഡ്രൈവ് വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ കൈരളി ടൊയോട്ടയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ താങ്ക് യു സോ മച്ച്.